ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ലെന്തി ടോപ്പിക്കാണ്, അപ്പം ശ്രദ്ധിക്കുക എല്ലാവരും. നല്ലോണം ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഡിസൈനിങ് ഓഫ് an accumulator. Design of an accumulator. സ്ലൈഡ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ വലുതാക്കാം. നിങ്ങൾ ഇത് ഓർത്തിരിക്കുക. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു accumulator is also a register resides in CPU. Accumulator can perform different type of operation based on the control signals. So we have listed the control signal from P1 to P9. These are the different control signals. So along with the register A denoting accumulator is directly connected to a combinational circuit. Actually, this combinational circuit is performing different operations. These operations include addition of B with the content of A, clearing the content, negating the content. It can perform AND operation, OR operation, shift operation, etc. അതൊക്കെയായിരുന്നു operations. Then after performing the operation, നമുക്കറിയാം result goes to accumulator register, that is register A. Then here external input is denoted by B. Diagram നോക്കുക, external input denoted by B. Then combinational circuit is performing the task. Then result goes to register A. ഇനി സെറ്റ് ഓഫ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എ ആഡ് ചെയ്ത് വരുവാണെങ്കിൽ again A is feeding to combinational circuit, operation perform ചെയ്യുന്നു. Then result goes to register A, that is accumulator. ഇതാണ് നോർമലി ഉള്ള ഒരു അക്യുമുലേറ്ററിന്റെ ഡയഗ്രാം. ക്ലിയർ ആയി തോന്നുന്നു. ഇതൊക്കെയാണ് ഡിഫറെന്റ് ഫങ്ഷൻസ് പെർഫോംഡ് ബൈ ദി അക്യുമുലേറ്റർ. ഇനി നിങ്ങൾ ചെറിയൊരു നോട്ട് എഴുതുക, നിങ്ങൾക്ക് മനസ്സിലാവും. പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി. Accumulator is similar to other registers. It can perform data processing operation, and other micro operations. ബ്രാക്കറ്റിൽ അരിത്തമെറ്റിക് ലോജിക് എന്നൊക്കെ എഴുതി വെക്കാം. അരിത്തമെറ്റിക് ലോജിക് എന്നൊക്കെ എഴുതാം. അനൈന ക്ലിയർ ആണോ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞു തരാം. നമുക്കൊരു അക്യുമുലേറ്റർ ഡിസൈൻ ചെയ്യണം. അക്യുമുലേറ്റർ ഒരു സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റർ ആണെന്ന് പറഞ്ഞു. അതിന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം വിത്ത് ദി ഹെൽപ്പ് ഓഫ് കോമ്പിനേഷണൽ സർക്യൂട്ട്. അപ്പൊ ഈ കോമ്പിനേഷണൽ സർക്യൂട്ട് എന്തൊക്കെ ഇപ്പൊ ചെയ്യുന്നു മനസ്സിലായി. അഡീഷൻ പെർഫോം ചെയ്യാം, നെഗേറ്റ് ചെയ്യാം, ഇറ്റ് ക്യാൻ പെർഫോം ഓർ ഓപ്പറേഷൻ, ആൻഡ് ഓപ്പറേഷൻ, ഇതൊക്കെ പെർഫോം ചെയ്യണം. ഇനി അക്യുമുലേറ്റർ രജിസ്റ്റർ ആക്ച്വലി എന്താണ്? ഒരു രജിസ്റ്റർ ആണ്. ഇറ്റ് ക്യാൻ സ്റ്റോർ വാല്യൂസ് ഇൻ ഫോം ഓഫ് ബിറ്റ്. ഓരോ ബിറ്റ് ആയിട്ട് മാത്രമേ അതിന് ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഏറ്റവും മൈന്യൂട്ട് ലെവലിലുള്ള ഡയഗ്രാം ഓർ കൺസ്ട്രക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക. നെക്സ്റ്റ് ലൈനിൽ എഴുതാം P1 to P9. considered as control function that initiate corresponding micro operation. P1 to P9 considered as control function that initiate corresponding micro operation. അമൽ സുരേന്ദ്രൻ ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്? റെസ്പോണ്ട് ചെയ്തേ നിങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ലൈനിൽ എഴുതാം രജിസ്റ്റർ എ ഈസ് എ സോഴ്സ് രജിസ്റ്റർ. Register A is source register, comma B is second source register.
B is second source register. So B നമ്മൾ എവിടെ ഉപയോഗിക്കാം? When we need two operand, രണ്ട് ഓപ്പറൻഡ് ഉള്ള കേസിൽ മാത്രമേ B നമുക്ക് വേണ്ടുള്ളൂ. അതർവൈസ് A itself is the source register. അതാണ് അക്യുമുലേറ്ററിന്റെ റോള്. വൺ ഓപ്പറൻഡ് ഇൻസ്ട്രക്ഷനിൽ അക്യുമുലേറ്റർ ഒറ്റക്ക് മതി. രണ്ട് ഓപ്പറൻഡ് വേണ്ടപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? B is considered as second source register. ബ്രാക്കറ്റിൽ വേണേൽ എഴുതിക്കോ, when we require two operands, അപ്പം മാത്രം ബീന്റെ ആവശ്യം മതി. അതർവൈസ് എ ഒറ്റക്കാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അനിരുദ്ധ്, അഞ്ജിത, രജിത്ത്, ഈ പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അക്യുമുലേറ്ററിന്റെ കോൺസെപ്റ്റ്. അനുപമ, അക്യുമുലേറ്റർ അങ്ങനെയുള്ള ഒരു രജിസ്റ്റർ ആണ്. നെക്സ്റ്റ് ലൈനിൽ എഴുതുക, accumulator consists of n stages. Accumulator consists of n stages hyphen n flip-flops. n flip-flops. നമുക്കറിയാം ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ സ്റ്റോർ 1 bit of information. Okay, so if we require n stages, we need n flip-flop. Okay, next line എഴുതാം, one flip-flop denoted by AI, one flip-flop denoted by AI, capital letter AI, and one external data input denoted by capital letter BI, capital letter BI. Next line is the register is designed using JK flip-flop. Register is designed using JK flip-flop. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരാളൊന്ന് ബ്രീഫ് ചെയ്ത് തന്നെ. നിവേദ്യ കെ സി, ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? വാട്ട് ഈസ് എൻ അക്യുമുലേറ്റർ? എന്തായിരുന്നു അക്യുമുലേറ്റർ? സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റർ. സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റർ ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് രജിസ്റ്റർ എ അസോസിയേറ്റ് ചെയ്യുന്നത് കോമ്പിനേഷൻ സർക്യൂട്ട് ആയിട്ടാണ്. ഓക്കെ, then based on the control signal, that combination circuit can perform different operation. If you require two source operand, B is the second source operand register for data. B register എന്ന് പറയേണ്ട second source operand, A itself first source operand. Based on the control signal അത് ടാസ്ക് പെർഫോം ചെയ്യുന്നു. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഒരു ടാസ്ക്, ഇപ്പൊ ലൈബ്രറിയിൽ നിന്ന് നമ്മളൊരു ബുക്ക് എടുക്കാന്ന് കരുതാം. ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്തിട്ട് നമ്മൾ അതൊരു ടേബിളിൽ വെച്ചിട്ടല്ലേ നമുക്കത് വായിക്കാൻ പറ്റുള്ളൂ. ദെൻ ആഫ്റ്റർ പെർഫോമിങ് റീഡിങ് നമ്മൾ എന്ത് ചെയ്തു? അത് തിരിച്ച് റാക്കിൽ കൊണ്ടുവെക്കുന്നു. അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് മുന്നേ ആ ഡാറ്റ കൊണ്ടുവെക്കാൻ ഒരു സ്ഥലം വേണം. അതാരാണ് ശരിക്കും? അതാണ് നമ്മുടെ അക്യുമുലേറ്റർ രജിസ്റ്റർ. ആഫ്റ്റർ പെർഫോമിങ് ഓപ്പറേഷൻ നമ്മൾ റിസൾട്ട് വെക്കാൻ ഒരു ടേബിൾ പോലുള്ള സംഭവം വേണം. ഈ ടാസ്ക് റീഡിങ് എന്ന് പറയുന്നത് നമ്മൾ മൈൻഡിൽ നടക്കുന്ന കാര്യമാണ്, ഒരു ബ്രെയിനിൽ നടക്കുന്ന കാര്യമാണ്. അത് ചെയ്യാൻ നമുക്ക് ആരുണ്ട്? ഈ കോമ്പിനേഷണൽ സർക്യൂട്ട് ഉണ്ട്. സോ ആഫ്റ്റർ പെർഫോമിങ് ദി ഓപ്പറേഷൻ, ഡാറ്റ അവൈലബിൾ ഇൻ അക്യുമുലേറ്റർ രജിസ്റ്റർ. ഇത്രയും ടാസ്ക് ആർക്ക് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി? നമ്മുടെ അക്യുമുലേറ്റർ രജിസ്റ്ററിൽ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. ദെൻ ഓരോ സ്റ്റേറ്റ്സും JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഓരോ ബിറ്റും JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്തായിരുന്നു ഈ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് അറിയണം. ഓക്കെ, നെക്സ്റ്റ് ലൈനിൽ എഴുതാം JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് എഴുതാം. JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. എൻ്റെ ഡയഗ്രാം ഓർ എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറയാം, അല്ലെ ട്രൂത്ത് ടേബിൾ ഫോർ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് നോക്കുക. എന്നിട്ട് ഇതൊന്ന് എഴുതി വെക്കുക. മസ്റ്റായിട്ട് എഴുതി വെച്ചാലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നന്ദിത, നന്ദ, പ്രിൻസ് രാധാകൃഷ്ണൻ, ക്ലിയർ അല്ലേ? സോ റിഗാർഡിങ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് നിങ്ങൾ പ്രീവിയസ് സെമസ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ്. എനിക്കിതിന്റെ ട്രൂത്ത് ടേബിൾ മാത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിഞ്ഞാൽ മതി.
ഫ്ലിപ്പ് ഫ്ലോപ്പിന് 2 സ്റ്റേജസ് ഉണ്ട്, പ്രസന്റ് സ്റ്റേജസ് ആൻഡ് നെക്സ്റ്റ് സ്റ്റേജ്. Then suppose present stage is 0, then again next stage is 0, value of j equal to 0 and k denoted by don't care, which means it may be 1 or 0. And for the combination 0 and 1, j value is 1 and k value is don't care. For the value 1 0, it is don't care 1, 1 1 it is don't care 0. ഇങ്ങനെ ഒരു എക്സൈറ്റേഷൻ ടേബിൾ ഓർ ട്രൂത്ത് ടേബിൾ ഉള്ളതായിരുന്നു നമ്മുടെ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്ന ആള്. നിങ്ങൾ ലാബിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവും. പൾസസ് നിങ്ങൾ ഓൺ ഓഫ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ജെ വാല്യൂ കെ വാല്യൂ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? മിഥുൻ മോഹൻ ക്ലിയർ സർ. ഓക്കെ, അപ്പൊ മിഥുൻ മോഹൻ ഒരു കാര്യം ചെയ്യാം, ഈ ഒരു ടേബിൾ ഇപ്പൊ വരച്ചു വെക്കാം. ഇതിൻ്റെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ ഒരു ടേബിൾ വരച്ചു വെക്കാം. JK ഫ്ലിപ്പ് ഫ്ലോപ്പ് പ്രസന്റ് സ്റ്റേറ്റ്, നെക്സ്റ്റ് സ്റ്റേറ്റ് JK 0 0 ആണെങ്കിൽ 0x, 0 1 1x, 1 0 x1, 1 1 ഇറ്റ് ഈസ് x0. x മീൻസ് ഡോണ്ട് കെയർ. നമുക്കതിന് 1ഉം 0യും കൊടുക്കാം. വരച്ചില്ലേ? ഓക്കെ അല്ലേ? മുഹമ്മദ് നാസിഫ്. ഓക്കെ ആണോ? പറയൂ, നെക്സ്റ്റ് ടൈമിലേക്ക് പോവാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞു അവർ അക്യുമുലേറ്റർ ക്യാൻ പെർഫോം അഡീഷൻ വിച്ച് മീൻസ് കണ്ടന്റ് ഓഫ് ബി ആഡ് വിത്ത് കണ്ടന്റ് ഓഫ് എ. അങ്ങനെ ഒരു ടാസ്ക് അക്യുമുലേറ്ററിന് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് നമ്മൾ അക്യുമുലേറ്ററിന് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുക, എന്തായിരിക്കും അതിന്റെ സർക്യൂട്ടറി എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് നമ്മൾ വരക്കുക, എഴുതുക ഡിസൈൻ ആഡ് ബി ടു എ. ഡിസൈൻ ആഡ് ബി ടു എ. ഡിസൈൻ ഓഫ് ആഡ് ബി ടു എ. ഇതുപോലെ നമ്മൾ ആൻഡ് എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഓർ പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, നോട്ട് എങ്ങനെ, ഷിഫ്റ്റ് എങ്ങനെ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പം ആഡ് ബി ടു എ, അതായത് നമ്മുടെ ഇൻപുട്ടിൽ വി ആർ ഗിവിംഗ് ഇൻപുട്ട് ബി, ഓൾറെഡി ദർ ഇസ് എ കണ്ടന്റ് ഇൻ എ. അപ്പൊ അക്യുമുലേറ്ററിന് ഈ ബിയും എയും ആഡ് ചെയ്യാനുള്ള സർക്യൂട്ടറി എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോവാണ്. പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? നിയാന മറിയം ലിഖിത്, ശ്രദ്ധിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നബീൽ, ഓക്കെ നബീൽ. അപ്പൊ നിങ്ങൾ നോക്കാം, ഞാൻ സ്ക്രീൻ വലുതാക്കാണ്, ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു we have to perform content of B to A is a JK flip flop. അപ്പോൾ ഒറ്റയൊരു സ്റ്റേറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ AI ആഡ് വിത്ത് കണ്ടന്റ് ഓഫ് BI ആണ്. ഇപ്പൊ നമ്മൾ ഒറ്റ ബിറ്റേ കൺസിഡർ ചെയ്യുന്നുള്ളൂ എന്ന് ഓർക്കുക. വി ആർ ആഡിങ് AI വിത്ത് എക്സ്റ്റേണൽ ഇൻപുട്ട് BI. ഇനി നമ്മൾ നോക്കുക, നമുക്ക് AB ആണ് 2 ഇൻപുട്ട് ഉള്ളത്, എയും ബിയും. ദെൻ ടു പെർഫോം അഡീഷൻ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ക്യാരി ഉണ്ടാവും. ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ CI. നിങ്ങൾ ഓരോ കോമ്പിനേഷന്റെയും കൂടെ പ്രസൻസ് ഓഫ് ക്യാരി ഇവിടെ എഴുതിയേ ഉള്ളൂ. അതായത് നമ്മൾ 0 to 7 ബൈനറി എഴുതിയത് പോലെ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷെ സപ്പോസ് നമ്മൾ ശരിക്കും എഴുതിയത് എന്താ, എയും ബിയും ഐ ആണ് നമ്മളെ ഇൻപുട്ട്. A0 B0 വേർ CI ക്യാരി ഇൻപുട്ട് ഈസ് 0. A0 B0 ക്യാരി ഇൻപുട്ട് ഈസ് 1. ദെൻ 0 1 എഴുതുമ്പോൾ 0 ക്യാരി വെച്ചു, 0 1 എഴുതുമ്പോൾ ക്യാരി 1 വെച്ചു. അതുപോലെ നമുക്ക് 4 കോമ്പിനേഷൻ ഉണ്ട്, 0 0 0 1 1 0 1 1. ഈ ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ പ്രസൻസ് ഓഫ് ക്യാരിയിലും ആബ്സെൻസ് ഓഫ് ക്യാരിയിലും നമ്മൾ എഴുതി. എന്തുകൊണ്ടാ? വി ആർ പെർഫോമിംഗ് അഡീഷൻ, ദർ ഇസ് എ ചാൻസ് ഓഫ് ക്യാരി. ഈ ഒരു സൈഡ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇത് എഴുതി വെച്ചത് എന്താണെന്ന്? വി ഹാവ് ടു ആഡ് കണ്ടന്റ് ഓഫ് AI വിത്ത് എക്സ്റ്റേണൽ BI. ഡാറ്റ 0 ആവാം പ്രസൻസ് ഓഫ് ക്യാരി, ഡാറ്റ 0 ആവാം ആബ്സെൻസ് ഓഫ് ക്യാരി, 0 1 ആവാം പ്രസന്റ് ഓഫ് ക്യാരി ആബ്സെൻസ് ഓഫ് ക്യാരി. ഇത് എഴുതിയത് മനസ്സിലായോ?
വേഗം പറഞ്ഞു. ഇനി നിങ്ങൾ നോക്കുക, നമ്മൾ അഡീഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. അഡീഷൻ പെർഫോം ചെയ്യുമ്പോൾ പ്രസന്റ് സ്റ്റേറ്റ് നമ്മൾ ഡിനോട്ടഡ് ബൈ എ ഐ. നമ്മുടെ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രസന്റ് സ്റ്റേറ്റ് ഈസ് എ ഐ, നെക്സ്റ്റ് സ്റ്റേറ്റ് ഈസ് എ ഐ, മീൻസ് എ ഐ ആണ് ഫസ്റ്റ് പ്രസന്റ് സ്റ്റേറ്റ്. നമ്മുടെ സ്റ്റേജിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് എ ഐ എന്ന് പറഞ്ഞ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ അഡീഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. 0 0 ഫസ്റ്റ് റോ 0 0 ആഡ് ചെയ്യുമ്പോൾ എ ഐ വാല്യൂ 0 ആണ്, ക്യാരി ഒന്നുമില്ല, അതുകൊണ്ട് സി ഐ പ്ലസ് 1ഉം 0 തന്നെ. ദെൻ 0 0 1 ആഡ്, എല്ലാം നമ്മൾ എയും ബി ഐയും സി ഐയും ആഡ് ചെയ്ത് വരുമ്പോൾ 1 നെക്സ്റ്റ് സ്റ്റേറ്റ് അവിടെ 0 ഇല്ല, മീൻസ് ക്യാരി ഔട്ട്പുട്ട് ഇല്ല. ഇനി നാലാമത്തെ റോയിൽ മാത്രമാണ് ക്യാരി ഔട്ട്പുട്ട് വരുന്നത്. 0 + 1 1, 1 + 1 10 ആണ്. അപ്പം 0 ആണ് എലോങ് വിത്ത് എ ക്യാരി. അങ്ങനെയാണ് ഇവിടെ ക്യാരി ഇൻപുട്ട് 1 വന്നത്. ഇങ്ങനെ ഓരോ കണ്ടോ, 1 + 1 10, 10 + 1 2, കറസ്പോണ്ടിങ് ടു നമ്മൾ 0 1 1 എന്നുള്ളത് 11 പോലെയാണ് ഉണ്ടാവുക. അപ്പൊ 1 വിത്ത് ക്യാരി. അങ്ങനെയാണ് ഈ ക്യാരി ഔട്ട്പുട്ട് ടേബിളും നെക്സ്റ്റ് സ്റ്റേറ്റും നമുക്ക് കിട്ടിയത്. ക്ലിയർ ആണോ അത്? ഇനി നമുക്ക് കറസ്പോണ്ടിങ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ജെ വാല്യൂം കെ വാല്യൂം നമുക്ക് അറിയണം. ഫോർ എ ഐ, ഈ എ ഐ ഇൻപുട്ട് കൊടുത്തപ്പം ജെ വാല്യൂം കെ വാല്യൂ എന്താണെന്ന് അറിയണം. അപ്പൊ നിങ്ങൾ നോക്കുക, കറണ്ട് സ്റ്റേറ്റ് 0, നെക്സ്റ്റ് സ്റ്റേറ്റ് 0 ആണെങ്കിൽ നമ്മുടെ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ട്രൂത്ത് ടേബിൾ എന്താണ്, എക്സൈറ്റേഷൻ എന്താണ്? 0 don't care. ഇറ്റ് ഈസ് കറക്റ്റ്, 0 don't care. അത് നമ്മൾ എഴുതി വെച്ചു. ദെൻ അഗെയിൻ 0 ആൻഡ് 1 അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു അതിന്റെ എക്സൈറ്റേഷൻ ടേബിൾ? 1 don't care. Yes, 1 don't care. For 0 and 1 again it is 1 don't care. For 0 and 0 it is 0 don't care. അങ്ങനെ ഓരോ എക്സൈറ്റേഷൻ ടേബിളിലെ ഫോർ ജെ എ ഐയും കെ എ ഐയും നമുക്ക് ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഈ ടേബിൾ ക്ലിയർ ആയെങ്കിൽ ബാക്കി പറയാം. ഓക്കേടാ മക്കളെ, താങ്ക് യു. ഇനി നമ്മുടെ എയിം എന്താണ്? വി ഹാവ് ടു പെർഫോം ആഡ് ബി ടു എ. അതിനു വേണ്ടിയുള്ള സർക്യൂട്ടറി നമുക്ക് ഉണ്ടാക്കണം. ഇൻപുട്ട് എങ്ങനെ കൊടുക്കണം എന്നുള്ള ആ ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കണം. നമ്മൾ ഇത്ര നാളും പ്രൊസസ്സറൊക്കെ ഡിസൈൻ ചെയ്ത് വന്ന അതേ ഫോമിൽ. ഇനി നമ്മൾ നോക്കുക, ഇതിന്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് കെ മാപ്പ് വരച്ച് അത് സോൾവ് ചെയ്യണം. അപ്പൊ നമ്മളൊരു കെ മാപ്പ് വരച്ചു. കെ മാപ്പിൽ ഇവിടെ ഇതാണ് നമ്മുടെ കെ മാപ്പ്. ഈ സൈഡിൽ നമ്മൾ എയും ഇപ്പുറത്തെ സൈഡിൽ ബി സിയും. വി ഹാവ് 3 ഇൻപുട്ട് എ ബി സി. ഈ ലെഫ്റ്റ് സൈഡിൽ എയും റൈറ്റ് സൈഡിൽ ബി സിയും വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് കെ മാപ്പ് വരച്ചു ഫോർ ദി വേരിയബിൾ എ ഐ. ജെ എ ഐ ഡിനോട്ട് ചെയ്തിട്ടുള്ള ഒരു കെ മാപ്പ് നമ്മളിവിടെ വരച്ചു. കെ എ ഐ ഡിനോട്ട് ചെയ്യുന്ന ഒരു കെ മാപ്പ് ഇവിടെ വരച്ചു. ഔട്ട്പുട്ട് ഡിനോട്ട് ചെയ്യുന്ന, വിച്ച് മീൻ സി ഐ പ്ലസ് ഡിനോട്ട് ചെയ്യുന്ന ഒരു കെ മാപ്പ് ഇവിടെയും വരച്ചു. ഈ കെ മാപ്പ് വരക്കുമ്പോൾ നമുക്ക് ജെ എ ഐക്ക് വേണ്ട ഇക്വേഷൻ, കെ എ ഐക്ക് വേണ്ട ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഓർമ്മയില്ല എന്ന് തോന്നുവാണെങ്കിൽ ഇതിന്റെ കെ മാപ്പ് എങ്ങനെ വരച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ മാർക്കർ ഈ ഒരു സിസ്റ്റത്തിൽ കുറച്ച് മാറിയാണ് നിൽക്കുന്നത്, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ? ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ നോക്കുക, എൻ്റെ പോയിന്റർ ആദ്യം നോക്കുക. ഫോർ സീറോ ആയ സമയത്ത് നമ്മൾ നോക്കുക, ആദ്യം ഇങ്ങനെയാണ്. ഇത് ഇവിടെ എയും ഇവിടെ ബി സി ആണ്. അവസ്ഥയാണല്ലോ പോയിന്റ്. ഇത് വേണ്ട സാർ, പെയിന്റിലായിട്ട്. എടാ നിങ്ങൾ നോക്കുക, ഇതെങ്ങനെയാണ് വരച്ചെന്ന് പറയാം. ഇത് നമ്മൾ ടേബിള് വരച്ചു. ദെൻ
ഒറ്റ ഞാൻ എക്സാമ്പിൾ കാണിക്കാം. ഇത് ഭയങ്കര ടൈം എടുക്കുന്നതാണ്. കർണോഫ് മാപ്പ് നിങ്ങൾ പണ്ട് പഠിച്ചാണ്. ഇവിടെ എയും ഇവിടെ ബി സിയും ബി ഇവിടെ ബി സി ദെൻ ബി സിക്ക് ഇവിടെ 0 0 ഇറ്റ് ഈസ് 0 1 ഇവിടെ 1 1 ആണ് 1 1. ഈ ഒറ്റ കെ മാപ്പിൽ നിങ്ങൾക്ക് പിന്നെ പിന്നെ വരക്കാൻ പറ്റും. 1 0 എക്ക് ഇവിടെയുള്ള വാല്യൂ 0 ഇവിടെ 1. ഇത് ഓർത്തിരിക്കാം. ക്ലിയർ അല്ലേ? ഇനി ഫസ്റ്റ് നിങ്ങൾ നോക്കാം. വി ആർ ഡ്രോയിങ് ടേബിൾ ഫോർ JAI. അപ്പം 0 0 ആകുമ്പോൾ ഇതുണ്ട്. 0 0 0 ആകുമ്പോൾ ഒന്നുമില്ല. 0 0 ഇവിടെ ഒന്നുമില്ല. ഡാറ്റ അത് 0 ആണ്, ഒന്നുമില്ല. ദെൻ 0 0 1 0 0 1 ഇവിടെ ഒരു വാല്യൂ ഉണ്ട്. അതെന്താണ്? 1 ആണ്. ക്ലിയർ അല്ലേ? 1. ഇതുപോലെ നിങ്ങൾ ഫുള്ള് വരക്കുമ്പോൾ നിങ്ങൾക്ക് ആ ടേബിൾ തന്നെ ഞാൻ കോപ്പി അടിച്ച് വെക്കാം. നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവും. എന്തായിരുന്നു ഇവിടെ? ഡോൺ കെയർ ആയിരുന്നു തോന്നുന്നു. ഇങ്ങനെ വരക്കുക. ഡോൺ കെയർ ടേബിൾ നിങ്ങൾ വരക്കുമ്പോൾ ഇനി നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ സോൾവ് ചെയ്തത് മാത്രം കൂടി പറഞ്ഞിട്ട് വൈൻഡപ്പ് പിന്നെ ഈ ടേബിൾ നിർത്തിത്തരാം. ഇവിടെ എക്സ്, ഇവിടെയും എക്സ്, മേലൊരു 1. ഇതായിരുന്നു നമ്മുടെ ഡയഗ്രാം. ABC വെച്ചിട്ട് നമ്മൾ കെ മാപ്പ് വരച്ചാൽ ഇങ്ങനെയാണ് ഡയഗ്രാം ഉണ്ടാവുക. ഇനി ഇതിനെ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആകെ ഡോൺ കെയറിന് എല്ലാ സ്ഥലത്തും കൺസിഡർ ചെയ്യണം എന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ ഗ്രൂപ്പ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഗ്രൂപ്പ്, ഇങ്ങനെ ഒരു ഗ്രൂപ്പ്. ഈ 2 ഗ്രൂപ്പിങ്ങിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ സംഭവം വരച്ചു. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതി ഒന്ന് പറഞ്ഞേ. ഇക്വേഷൻ ആണ് BI CI dash plus BI dash CI BI dash CI. ഈ രീതിയിലാണ് ഇതിന്റെ ഇക്വേഷൻ വരിക. ഇതിനെ XOR ആക്കിക്കൂടെ? ഒറ്റ സെക്കൻഡ്, അത് തന്നെയാണ് ഇക്വേഷൻ ഒന്ന് നോക്കട്ടെ. ഇത് XOR ആണ്. A B dash plus B dash A. ഓക്കെ, സിമിലർ ടു XORന്റെ ഒരു ഇക്വേഷൻ തന്നെയാണ് വരുന്നത്. പക്ഷെ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുമ്പോൾ ആൻഡ് ഗേറ്റിൽ അക്യുമുലേറ്ററിൽ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുമ്പോൾ സെപ്പറേറ്റ് ഗേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഈ എക്സ്പ്രഷൻ ഒരു XOR ആണ്. ഇനി നിങ്ങൾ നോക്കുക, ഡയഗ്രാം വരക്കാൻ പോകുന്നതാണ് പറയാൻ പോകുന്നത്. ദെൻ അതുപോലെ KIക്ക് വേണ്ടിയുള്ള ഇക്വേഷനും നമ്മൾ കൊടുക്കും, ഐഡന്റിഫൈ ചെയ്യും. നോക്കുക, ഇവിടെ നമ്മൾ ഈ 2 ഗ്രൂപ്പേയും ഡോൺ കെയർ 1ഉം ഇവിടുത്തെ ഡോൺ കെയർ 1ഉം തന്നെയാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക. കാരണം ഡോൺ കെയറിന് 0യും 1ഉം വാല്യൂ ഉണ്ട്. 0 ആണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഡോൺ കെയറിൽ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റിയത് മാത്രം ഇത് 2ഉം നമ്മൾ ഗ്രൂപ്പ് ചെയ്യും, ഇത് നമ്മൾ ഗ്രൂപ്പ് ചെയ്യും. ഫോർ ക്യാരിക്കും ഒരു ഇക്വേഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കും, CI plus 1 AI BI. ഇതും നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് കെ മാപ്പ് ഇങ്ങനെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. കെ മാപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാവുന്നേ ഉള്ളൂ. കെ മാപ്പ് വരച്ച സംഭവം മനസ്സിലായോ? കോൺസെപ്റ്റ് മനസ്സിലായോ? ഇത് നിങ്ങളൊന്ന് വരച്ചു നോക്കാം. ഞാൻ നോട്ട് പാസ് ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. സർ ഓക്കെ. ഓക്കെ, ഇനി എന്താണ് നിങ്ങൾ കെ മാപ്പ് വരച്ചു എന്നിരിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് എന്തായി? ഫോർ ഇക്വേഷൻ JIയും KIയും CIയും നിങ്ങൾക്ക് കിട്ടി. ഇതാണ് ഞാൻ ഇവിടെ എഴുതിയ ഇക്വേഷൻ. പക്ഷെ ഒരു കാര്യം കൂടി ചിന്തിക്കാനുണ്ട്. ടു പെർഫോം ആഡ് ഓപ്പറേഷൻ വി നീഡ് എ കൺട്രോൾ സിഗ്നൽ P1 എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
സോ ബി ഐ സി ഐ ഡാഷിന്റെ കൂടെ നമുക്കൊരു P1 കൺട്രോൾ സിഗ്നൽ കൊടുക്കണം. അതുപോലെ തന്നെ BI-CI-P1 അതിന്റെ കൂടെ P1 എന്ന് പറയുന്ന ഒരു കൺട്രോൾ സിഗ്നൽ കൊടുത്താൽ മാത്രമേ അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആഡ് BI വിത്ത് AI എന്ന് പറയുന്ന ടാസ്ക് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ട്രിഗർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ KAI എന്ന് പറയുന്ന നമുക്കിട്ട ഇക്വേഷന്റെ കൂടെ മീൻസ് ആ ഇൻപുട്ടിനോട് കൂടി P1 എന്ന് പറയുന്ന ട്രിഗറിങ് സിഗ്നൽ രണ്ട് സ്ഥലത്ത് നമ്മൾ കൊടുക്കണം. ക്യാരി ഇൻപുട്ട് വരുന്ന സ്ഥലത്ത് നമ്മൾ ട്രിഗർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ആഫ്റ്റർ ഓപ്പറേഷൻ ആണ് നമുക്ക് ക്യാരി കിട്ടുന്നത്. അപ്പം സോൾവ് ചെയ്തു നമുക്കൊരു സർക്യൂട്ട് ഉണ്ടാക്കാൻ. രണ്ട് ഇക്വേഷനും സെയിം അല്ലേ? ആ രണ്ട് ഇക്വേഷൻ സെയിം ആണ്. നമ്മൾ ഈ ഡയഗ്രാം നോക്കുക, ഇതിൽ രണ്ടിലും ഇക്വേഷൻ സെയിം ആണ്. കാരണം മേലെയുള്ള സംഭവം താഴെ വന്നു, താഴെയുള്ള സംഭവം മേലെ വന്നു എന്നല്ലേ ഉള്ളൂ. ഓക്കെ, അതിന്റെ കൂടെ ട്രിഗറിങ് ആയിട്ടുള്ള P1 എന്ന് പറയുന്ന സംഭവം കൂടി കൊടുത്തപ്പം ഓർ ഓപ്പറേഷന് വേണ്ട കറസ്പോണ്ടിങ് ഡാറ്റ നമ്മുടെ കയ്യിൽ വന്നു. ഓക്കെ, ഇനി ഓർത്തിരിക്കുക, ഓർ ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്തു. ഇനി അതുപോലെ തന്നെ ക്ലിയർ P2 എന്ന് പറയുന്ന ടാസ്ക് ചെയ്യുമ്പോൾ P2ലെ കണ്ടന്റ് ക്ലിയർ ചെയ്യുമ്പോൾ JAIയുടെ വാല്യൂ 0യും KAIയുടെ വാല്യൂ P2 ആയിരിക്കും. ഇത്രയും ഡാറ്റ മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. ഒന്നുകൂടി പറയാം, നമ്മൾ ഡാറ്റ ക്ലിയർ ചെയ്യാൻ പോവാണ്. ക്ലിയർ ചെയ്യാൻ പോകുമ്പം JAI 0യും KAI എന്ന് പറയുന്ന JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ സ്റ്റേറ്റ് P2 ആയിരിക്കും. അതെങ്ങനെയാ വന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട്. അതായത് പ്രസന്റ് സ്റ്റേജ്, നെക്സ്റ്റ് സ്റ്റേജ്, KAIയുടെ വാല്യൂ അല്ലേ നമുക്ക് വേണ്ടുള്ളൂ. സപ്പോസ് പ്രസന്റ് സ്റ്റേജ് 1 ആയിരുന്നു എങ്കിൽ മാത്രം നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് സ്റ്റേജിൽ ക്ലിയർ ചെയ്ത് 0 ആക്കുന്നു. 1-0 വാല്യൂ എന്താണ്? X ഡോണ്ട് കെയർ 1. ഇതാണ് ഒരു ക്ലിയർ ടാസ്ക് നടക്കുമ്പോൾ നമ്മുടെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ. പ്രസന്റ്ലി ഒരു 1 ഉണ്ടായിരുന്നു, അതിനെ ക്ലിയർ ചെയ്തു 0 ആക്കി നെക്സ്റ്റ് സ്റ്റേജിൽ. ദെൻ ഡോണ്ട് കെയർ 1 ആയിരിക്കും ഇത്. അപ്പം JAI എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, കാരണം ഇതെന്താണ്, നമ്മൾ മാപ്പ് വരച്ചാലും ഡോണ്ട് കെയർ ആണ്, കൺസിഡർ ചെയ്തിട്ടേലും കുഴപ്പമില്ല. അപ്പം നമുക്ക് ക്ലിയർ ചെയ്യുമ്പോൾ JAI 0 ആയിട്ട് എഴുതാം. JAIക്ക് 0 ആണ് വാല്യൂ. KAIക്ക് എന്തുണ്ട്, 1 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. ഇനി ക്ലിയർ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രിഗർ ചെയ്യേണ്ട സിഗ്നൽ ഈസ് P2. അതുകൊണ്ട് KAIയുടെ വാല്യൂ എന്താണ്, P2 ആണ്. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ക്ലിയർ ആണോ? ഓക്കെ, അതുപോലെ തന്നെ കോംപ്ലിമെന്റ് നോക്കാം. കോംപ്ലിമെന്റ് P3. ടു പെർഫോം കോംപ്ലിമെന്റ് ഓപ്പറേഷൻ വി ആർ കൺസിഡറിങ് സിഗ്നൽ P3. കോംപ്ലിമെന്റ് വരുമ്പം JAI P3യും KAI P3യും എന്നാണ് നമ്മൾ എഴുതിയത്. അതെങ്ങനെ വന്നു നോക്കാം. ഇവിടെയുണ്ട് പ്രീവിയസ് സിഗ്നൽ 1 കോംപ്ലിമെന്റ് ചെയ്തപ്പോൾ 0. സപ്പോസ് പ്രീവിയസ് സിഗ്നൽ 0 കോംപ്ലിമെന്റ് ചെയ്തപ്പോൾ അത് 1. അപ്പം 0-1ന്റെ ട്രൂത്ത് ടേബിൾ 1 ഡോണ്ട് കെയർ ആണ്. 1 ഡോണ്ട് കെയർ ആണ്. ശരിയല്ലേ? ശരിയാ, പറഞ്ഞോ. അപ്പം നമുക്ക് എന്ത് എഴുതാം, JAIക്ക് ഒരു 1 വാല്യൂ വരുന്ന വാല്യൂ ഉണ്ട്, ഒറ്റ വാല്യൂ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ട്രൂത്ത് ടേബിൾ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. KAIക്കും 1 വരുന്ന ഒരു വാല്യൂ ഉണ്ട്. സോ വി ഹാവ് ടു ട്രിഗർ സിഗ്നൽ P3. അപ്പൊ എന്തായി, P3. അപ്പം കറസ്പോണ്ടിങ് കോംപ്ലിമെന്റ് ടാസ്ക് ചെയ്യുമ്പോൾ JAIയുടെ വാല്യൂ ഇറ്റ് ഈസ് P3, KAI വാല്യൂ ഇറ്റ് ഈസ് P3. ക്ലിയർ ആണോ? ഒന്ന് പറയ്.
ആമിന, അഞ്ജിത, ആരോമൻ, നിവേദ്യ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ? റാസി, സർ ലാസ്റ്റ് പറഞ്ഞത് ഒന്നും കൂടി പറയോ? ഓക്കെ. നമ്മള് ഇതിപ്പോ നമ്മൾ കോംപ്ലിമെന്റ് ടാസ്ക് ആണ്. നമ്മുടെ അക്യുമുലേറ്ററെ കൊണ്ട് നമ്മൾ കോംപ്ലിമെന്റ് ചെയ്യാനുള്ള ടാസ്ക് ആണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ട്രൂത്ത് ടേബിൾ ആണ് ഞാനിപ്പോൾ വരച്ചത്. ഒന്നുകൂടി വരച്ച് കാണിക്കാം. സപ്പോസ് നമ്മുടെ പ്രീവിയസ് സ്റ്റേജ്, ഇനീഷ്യൽ സ്റ്റേജ് ഇത്, നെക്സ്റ്റ് സ്റ്റേജ് ഇത്, ദെൻ JAI അതിന്റെ വാല്യൂ, KAI ഇതിന്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. JK ഫ്ലിപ്പ് ഫ്ലോപ്പിലെ JAയുടെ വാല്യൂയും KAയുടെ വാല്യൂ ആണ് വേണ്ടത്. സപ്പോസ് പ്രീവിയസ് സ്റ്റേറ്റ് 1 ആണെന്ന് ഇരിക്കട്ടെ, അതിനെ നമ്മൾ കോംപ്ലിമെന്റ് ചെയ്യുന്നു. വി ആർ പെർഫോമിംഗ് കോംപ്ലിമെന്റ് ഓപ്പറേഷൻ. അപ്പോൾ 0 ആണ് വാല്യൂ വരിക. 10 JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണ്? ഡോൺ കെയർ 1 അല്ലേ? ഓക്കെ, ഡോൺ കെയർ 1, കെയുടെ വാല്യൂ 1. ദെൻ പ്രീവിയസ് സ്റ്റേജ് സപ്പോസ് ഇറ്റ് ഈസ് 0, വി ആർ കോംപ്ലിമെന്റിങ്. Next stage is 1. For 0, 1, JK flip-flop value is 1 don't care. 1 don't care. കറക്റ്റ് അല്ലേ? ഇനി ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി ഓരോ ഓപ്ഷനും ഇല്ല. 1 വാല്യൂ ആണ് ഉള്ളതെങ്കിൽ AI ഉണ്ടോ? AIക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂവിന് ഒരു 1 ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. AIക്ക് ഒരു വാല്യൂ ഉണ്ട് 1. സോറി, JAI. AIക്കും ഒരു 1 വാല്യൂ ഉണ്ട്. നമ്മൾ ട്രൂത്ത് ടേബിൾ വരക്കുമ്പോഴും 1 ആണ് മാപ്പ് ചെയ്യുന്നത്. പ്രസൻസ് ഓഫ് ഇൻപുട്ടിലെ JAIക്കും ഒരു 1 വാല്യൂ ഉണ്ട്, KAIക്കും ഒരു 1 വാല്യൂ ഉണ്ട്. ടു പെർഫോം കോംപ്ലിമെന്റ് ഓപ്പറേഷൻ നമ്മൾ ട്രിഗർ ചെയ്യേണ്ട സിഗ്നൽ ഈസ് P3. P3 ആണ് ട്രിഗർ ചെയ്യേണ്ട സിഗ്നൽ. അങ്ങനെയാണ് നമുക്ക് കോംപ്ലിമെന്റ് ടാസ്ക് പെർഫോം ചെയ്യണമെങ്കിൽ JAIയുടെ വാല്യൂ, അതായത് JAI എന്ന് JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ JAI ഇൻപുട്ടിലേക്ക് നമ്മൾ P3 സിഗ്നൽ കറക്റ്റ് ട്രിഗർ ചെയ്താൽ കൊടുത്താൽ മതി. വേറെ പാർട്ടൊന്നുമില്ല. KAI K പാർട്ടിലേക്ക് നമ്മൾ P3 സിഗ്നൽ ട്രിഗർ ചെയ്താൽ മാത്രം മതി. സെപ്പറേറ്റ് ഇൻപുട്ട് ഒന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇത് മനസ്സിലാണെങ്കിൽ നമ്മൾ ആദ്യം വരച്ച ടേബിൾ ഓർക്കുക. ഇവിടെ നമ്മൾ ആഡ് BI അലോങ് വിത്ത് AI പെർഫോം ചെയ്യണമെങ്കിൽ J എന്ന് പറയുന്ന നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ J എന്ന് പറയുന്ന പാർട്ടിലേക്ക് ഇത്രയും സിഗ്നൽ അലോങ് വിത്ത് P1 നമ്മൾ ട്രിഗർ ചെയ്ത് കൊടുക്കണം. ഇത്രയും ഇൻഫർമേഷൻ അലോങ് വിത്ത് P1 ട്രിഗർ ചെയ്താലേ Jന്റെ ഇൻപുട്ട് ആവുള്ളൂ. Kയുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇത്രയും വലിയ കാര്യമാണ്. ഇനി നിങ്ങൾക്ക് സംഭവത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇങ്ങനെ നമ്മൾ ഇപ്പൊ ഞാൻ ഒന്ന് സ്പീഡായിട്ട് പോകാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള ടേബിളും കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇപ്പൊ ഇങ്ങനെ നമ്മൾ ആൻഡ് പെർഫോം ചെയ്യാനുള്ള ഇൻപുട്ട് എന്താണ്, ഓർ പെർഫോം ചെയ്യാനുള്ള ഇൻപുട്ട് എന്താണ്, ഇങ്ങനെ ഓരോ ഇൻപുട്ടും നമ്മൾ മനസ്സിലാക്കി വെക്കും. മനസ്സിലാക്കി വെച്ചതിന് ശേഷം ഇനി ഞാൻ കറക്റ്റ് ഡയഗ്രാം കൂടി കാണിച്ചു തരാം. ഇങ്ങനെ ഓരോ ആൻഡിന്റെ ഓറിന്റെ ഒക്കെ നമ്മൾ വരച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫൈനലി കിട്ടുന്നത് ഇത്രയും വലിയൊരു ഡാറ്റ ആയിരിക്കും. നമ്മളെ അക്യുമുലേറ്റർ വരയ്ക്കാനുള്ള ഡാറ്റ ഇത്രയും വലിയൊരു ഡാറ്റ ആയിരിക്കും നമുക്ക് കിട്ടുക. ഈ ഡാറ്റ വെച്ചിട്ട് നമ്മൾ അക്യുമുലേറ്ററിനെ അങ്ങ് വരക്കും. ഇങ്ങനെയുള്ള ഒരു വലിയൊരു അക്യുമുലേറ്റർ നമുക്ക് വരക്കാൻ പറ്റും. ഇതിലേക്കാണ് നമ്മൾ വരേണ്ടത്. നെക്സ്റ്റ് ക്ലാസ് കൊണ്ട് നമുക്ക് എത്താം. നോക്കുക, ഒരു കാര്യം നമുക്ക് വേഗം പറയാൻ പറ്റും. കണ്ടോ, ആഡ് പെർഫോം ചെയ്യണതിൽ നമുക്ക് വേണ്ട ഇൻപുട്ട് BI CI' P1. നോക്കുക, BI എന്ന് പറയുന്ന ഇൻപുട്ട് ഈസ് ഹിയർ, P1 ഈസ് ഹിയർ, CI'. എവിടെ പോയി? കണ്ടോ, CI' ഇവിടെ ഇങ്ങനെ വന്നു, P1 ഇവിടെ വന്നു, ദെൻ BI ഇവിടെ ഇങ്ങനെ വന്നു. അതിന് നമ്മൾ ഇങ്ങനെ ഓർ ഗേറ്റിലേക്ക് കൊടുക്കുക. കാരണം ഹിയർ ഇറ്റ് ഈസ് പെർഫോമിംഗ് അഡിഷൻ. അത് ഓർ ഗേറ്റിലേക്ക് കൊടുത്തു. ദെൻ BI' CI P1, BI' കണ്ടോ, BI' CI ഇങ്ങനെ ഇവിടെ വന്നു, P1 ഇങ്ങനെ വന്നു. ഇങ്ങനെ ഓരോ ഗേറ്റും സോൾവ് ചെയ്ത് കിട്ടുന്നത് നമുക്ക് കർൺ ഓഫ് മാപ്പ് വരച്ച് കിട്ടുന്ന ഡാറ്റ നമ്മൾ ഗേറ്റിലേക്ക് ജസ്റ്റ് J ഇൻപുട്ടിലേക്ക് ഇത് കൊടുക്കുന്നു, K ഇൻപുട്ടിലേക്ക് രണ്ടാമത്തെ ഇൻഫർമേഷൻ കൊടുക്കുന്നു. നമുക്ക് അക്യുമുലേറ്റർ വരക്കാൻ പറ്റും. സംഭവം ക്ലിയർ ആയോ? ഒന്ന്
നോട്ടിലേക്ക് വരാം. ഇനി കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാവും. അറ്റൻഡൻസ് എടുക്കണം അല്ലേ? ഇത്രയേ ഉള്ളൂ. നമ്മുടെ അക്യുമുലേറ്ററിന് ഇത്രയും ഡിഫറെന്റ് ടാസ്ക് പെർഫോം ചെയ്യാൻ പറ്റണം. കോംപ്ലിമെന്റ് പറഞ്ഞതും ഇതും നിങ്ങൾ ഒന്നും കൂടി ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ആഡ് പെർഫോം ചെയ്തു, അതുപോലെ നെഗേറ്റ് ചെയ്യാനുള്ള സിഗ്നൽ, ക്ലിയർ ചെയ്യാനുള്ള ഇതായിരിക്കും സിഗ്നൽ, കോംപ്ലിമെന്റ് ചെയ്യാനുള്ള സിഗ്നൽ ഇതാണ്. ഇതുപോലെ നമുക്ക് എന്തൊക്കെ കൺസിഡർ ചെയ്യാം? ആൻഡിന്റെയും ഓറിന്റെയും നോട്ടും ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കെ മാപ്പ് കാണിച്ചു തരാം. ആൻഡ് പെർഫോം ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ആൻ ഇക്വേഷൻ. ഫോർ ഓർ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. എക്സ്ക്ലൂസീവ് ഓറിന് ഒരു ഇക്വേഷൻ കിട്ടും. ഇൻക്രിമെന്റിന് എല്ലാത്തിനും നമുക്ക് ഇങ്ങനെ ഓരോരോ ഇക്വേഷൻസ് കിട്ടും. ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ് ആയിട്ട് എഴുതുന്നു. ജെ എ ഐക്ക് എന്താണ് വേണ്ടത്, കെ എ ഐക്ക് എന്താണ് വേണ്ടത്, ക്യാരി ഇൻപുട്ട് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യേണ്ടത്, അതൊക്കെ നമ്മളിങ്ങനെ എഴുതും. അതൊക്കെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സാധാരണ ഒരു കോമ്പിനേഷനിൽ ഗേറ്റ് ഇങ്ങനെ വരക്കുന്നു. ഇതാണ് നമ്മുടെ അക്യുമുലേറ്റർ എന്ന് പറഞ്ഞ സംഭവം. നമുക്ക് ബാക്കി ഉള്ള 3-4 കേസസും കൂടി പറഞ്ഞിട്ട് ഓരോ കണക്ഷൻ എങ്ങനെയാണ് അക്യുമുലേറ്ററിലേക്ക് കൊടുത്തതെന്ന് നിങ്ങൾക്ക് നോക്കാം. അല്ലെങ്കിൽ ഞാൻ നോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ. ആ നോട്ട് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അറ്റൻഡൻസ് ഒന്ന് ഓർഡറിൽ പോസ്റ്റ് ചെയ്യാം. തീരെ ഉപകാരം ഇല്ലാണ്ടായിട്ടില്ലല്ലോ, കുറേശ്ശൊക്കെ മനസ്സിലായിട്ടില്ലേ? സാറേ നിങ്ങൾ ഇന്ന് തന്നെ ഗൂഗിൾ ക്ലാസ് റൂമിൽ നിന്ന് ആ നോട്ട് എടുത്തിട്ട് ബാക്കിയുള്ള ജസ്റ്റ് ഒന്ന് ട്രൂത്ത് ടേബിൾ കറക്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് സ്ക്രീൻ ഷെയർ പഠിപ്പിക്കുന്നതിൽ ചെറിയുള്ളൊരു പരിമിതി ഞാൻ ഇപ്പോൾ കണ്ടു. ഇനിയൊന്നും നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഡയഗ്രം ഇല്ല. കുറേയൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ ഡയഗ്രാംസേ ഉള്ളൂ. അപ്പോൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് കുറച്ചുകൂടി മനസ്സിലാവും. ഓരോ ഗേറ്റും കെ മാപ്പ് വെച്ച് നമ്മൾ സോൾവ് ചെയ്യുക. ആ ഡാറ്റ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുക, നമ്മൾ വരക്കുക. തുളസി, അർപ്പിത്, സെവിൻ ക്ലിയർ ആണോ? Yes, sir. Clear.